എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസമാണ്. എല്ലാവർക്കും കർക്കിടക മാസത്തെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർക്കിടക മാസം രാമായണ മാസമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കുമുള്ള സംശയമാണിപ്പോൾ സാക്ഷാൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്നുള്ളത്. ആ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു കഥ ഞാൻ പറയാം. പണ്ട് മഹാരാജാവായിരുന്ന വരരുചിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. സാക്ഷാൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്താണെന്നുള്ളത്. അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും ഈ ശ്ലോകത്തിനുള്ള ഉത്തരം അദ്ദേഹത്തിന് പൂർണ്ണമായും ലഭിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ഇരിക്കൽ വിവിധ ദേശങ്ങളിലേക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചോദിച്ചിറങ്ങുകയാണ്. അങ്ങനെ ആളുകളോട് അദ്ദേഹം സാക്ഷാൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പലർക്കും പല ഉത്തരങ്ങളായിരുന്നു. ചിലവർ പറയുന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജനിച്ച സമയമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമെന്ന്. വേറെ ചിലർ പറയുന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വനയാത്രയ്ക്ക് പോയതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. അങ്ങനെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിൽ ആയ മഹാരാജാവ് വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴാണ് വരദേവതകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആ ശ്ലോകം ഉപദേശിക്കുന്നു. ആ ശ്ലോകം ഇങ്ങനെയാണ്: രാമം ദശരഥം വിദ്ധി മാവിത് ജനകാത്മജം അയോധ്യവനവിത് വിദ്ധി രക്ഷാദാതേതി സുഖം. അതായത് വനയാത്രയ്ക്ക് പുറപ്പെടാനായി നിൽക്കുന്ന തൻ്റെ മകനായ ലക്ഷ്മണനോട് സുമിത്ര എന്ന് പറയുന്ന അമ്മ ഉപദേശിക്കുന്ന ശ്ലോകമാണിത്. അതിങ്ങനെയാണ്: രാമനെ ദശരഥനായിട്ട് കാണുക, സീതയെ ഞാനായിട്ട് തന്നെ കാണുക, അയോധ്യ വനമായിട്ട് തന്നെ കാണുക. സുമിത്ര അമ്മ ലക്ഷ്മണന് ഉപദേശിച്ച ഈ ശ്ലോകമാണ് സാക്ഷാൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ശ്ലോകം മനസ്സിലാകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.